ഇത് കഥയല്ല, നടക്കുന്ന കാര്യങ്ങളാ. എപ്പോഴും നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. ജീവിതം ജീവിതം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വനപ്രദേശത്ത് ഈ പാവപ്പെട്ടവരൊക്കെ കിടക്കുന്ന ഈ മന്ത്രിമാരൊക്കെ ഒന്ന് ഏർത്തിട, അല്ലെങ്കിൽ ഒരു കാന പറിച്ചു തരാം, എന്തെങ്കിലും ചെയ്ത് ഈ പാവപ്പെട്ടവരൊക്കെ ജീവിക്കാനായിട്ട് വെച്ചൂടെ? ഈ ഇറക്കി വിടുന്ന എന്തിനാ? എന്തൊരു കാര്യത്തിന് ഇറക്കി വിടുന്നത്? ഇറക്കി വിട്ടാ ഈ പാവങ്ങൾ എവിടെ പോകും? അല്ലെങ്കിൽ ദാണ്ട് അവിടെ അല്ലേ മലകൾ കിടക്കുന്നു, എന്താ ഏക്കർ കണക്കിന് തെളിച്ച് പാവപ്പെട്ടവർ കൊടുത്താലെന്താ? അതും ചെയ്യുന്നില്ല ഇവർ. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഈ പറങ്കാൻകൂപ്പില് നമ്മളിപ്പോ ഈ സൈഡിൽ താമസിക്കുന്നില്ലേ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണമെങ്കിൽ നമുക്ക് ഇവര് പൈസ തരുമോ? അവര് തരത്തില്ല, അവര് തരികയല്ല. അവർക്ക് ഈ പൈസ ഇല്ല, അവർക്ക് ഫണ്ടില് പൈസ ഇല്ല. അവരുടെ വർജനതാ കാശു കോർപ്പറേഷന്റെ ആണ്. ഏത് കോർപ്പറേഷൻ ആണെങ്കിലും ജീവൻ എല്ലാവർക്കും ഒന്നുപോലല്ലേ ഉള്ളൂ. അപ്പുറത്ത് ഒഴിഞ്ഞ സ്ഥലത്തിന്റെ പേരെന്ത്? പറങ്കാൻകൂപ്പിന് അത് വല്യേരപ്പച്ച. വല്യേരപ്പച്ച. അവിടെ എത്ര പേര് പോയി? അവിടുന്ന് 10-30 പേരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും പൈസ കൊടുത്തു? 15 ലക്ഷം രൂപ വെച്ച് എല്ലാവർക്കും. അതുള്ളവർക്ക് മാത്രം. പ്രമാണമുള്ളവർക്ക്. പ്രമാണം ഇല്ലാത്തവർക്ക് ആർക്കും ഇല്ല. അവരല്ലാതെ പോയതാണ്. അവരല്ലാതെ പോയതാ. അല്ലാതെ പോയല്ലേ പറ്റും. ഈ പ്രമാണം ഉള്ളവർ പോകുമ്പോ ഇല്ലാത്തവരവിടെ കിടക്കാൻ പറ്റുമോ? ആന വന്ന് അവരെ ശല്യം ചെയ്യൂലേ? ആന തന്നെയല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ട്. പന്നിയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, ഇതെല്ലാം മൃഗങ്ങളും ഉണ്ട്. ഇതിനെല്ലാം അവര് ഈ ആൾക്കാര് തോന്നയില്ലെങ്കിൽ അവർക്ക് ജീവിക്കണ്ടേ? ഇപ്പൊ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട ഒരു വീടുണ്ട്, ഈ കമ്പിലൈനി ഒറ്റപ്പെട്ട ഒരു വീട്. ഒരു ഭാര്യ ഒരു ഭർത്താവ് മാത്രം താമസിക്കുന്ന ഒരു വീട് ഈ കമ്പിലൈനിലുണ്ട്. എത്ര വയസ്സുണ്ട് അവർക്ക്? അവർക്ക് 10-60-65 വയസ്സോളം ഉണ്ട്. ഭർത്താവിന് 10-70 വയസ്സുണ്ട്. വേറെ ആരുമില്ല. മക്കളൊക്കെ അവര് 2 മക്കളും കണ്ടുണ്ട്. അവര് എല്ലാം ജോലി സ്ഥലത്തൊക്കെയാ. ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ കൂലിപ്പണിയാ പിള്ളേർക്ക്. ശബരിമല കച്ചവടത്തിനൊക്കെ പോകുന്ന പിള്ളേരാ. അവരവിടെ ഒറ്റപ്പെട്ട് കഴിയുന്നത് അത് ഞങ്ങളെക്കായി കഷ്ടത്തിലാണ് അവര് കിടക്കുന്നത്. എവിടെങ്കിലും 2 സെന്റ് സ്ഥലം കൊടുത്താൽ അത് നിങ്ങൾ അവിടുന്ന് മാറിപ്പോകും. അങ്ങോട്ട് ചെന്ന് നോക്കണം. അവര് വീടിന്റെ ഭാഗത്തൊക്കെ ചെന്ന് നോക്കണം. അതിന്റെ വഴി അറിയണമെന്നുണ്ടെന്ന് പേര് നമ്മളിവിടുന്ന് പറയുമ്പോഴല്ലേ അത് കേട്ടോ. വൈദ്യുതിയൊക്കെ ഉണ്ടോ അവർക്ക്? വൈദ്യുതിയൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമില്ല. ഇവിടുന്ന് അവര് ഈ റോഡേ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നേരെ ഇങ്ങോട്ട് ഇടയിൽ കൂടി ഇങ്ങോട്ട് റോഡുണ്ട്. ആ റോഡ് അങ്ങോട്ട് ചെല്ലുമ്പോ അവർക്കുള്ള വീട്ടുമുറ്റത്തോട്ടാണ് ചെല്ലുന്നത്. നടക്കാൻ പോലും പറ്റാത്ത കാടാണല്ലേ. പക്ഷെ അവരവിടെ കിടക്കുന്നെങ്കിലും അവര് ദിവസവും അവര് പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത്. ദൈവമേ, ആ 2 എണ്ണത്തിനെ കൊല്ലാതിട്ടേക്കുന്ന എന്തൊരു ഭാഗ്യമെന്നറിയാം. ആ തള്ള ഇവിടെ തൊഴിലുറപ്പിന് വരുന്നതാ. ആ തൊഴിലുറപ്പിന് വരുമ്പോ അവര് ആനയെ കണ്ടിട്ട് അവര് വരുന്നത്. അവര് ആന ഉണ്ടെന്ന് വരി അവർ അങ്ങോട്ട് മാറി നിൽക്കും. ആന ഇവരെയും കാണും, ഇവര് ആനയും കാണും. അവര് മാറി നിന്ന് കുറെ കഴിഞ്ഞ് എന്തും വേണ്ടി നേരെ അവിടെ നിന്ന് ദൈവത്തെ വിളിച്ചിട്ടാ ആന മാറി നിൽക്കുമ്പോ അവര് ഇറങ്ങി വരുന്നത്. വൈകിട്ട് അവരെ 4 മണിക്ക് മുമ്പേ അവരെ ജോലി കയറ്റി വിടും. അവരിങ്ങനെ സ്ഥിരം പോകുന്നത് ആന കാണുന്നോണ്ട് ആന ശല്യം ചെയ്യാത്തെന്ന് തോന്നല്ലയോ? സ്ഥിരം കാണുന്നോണ്ട് തന്നെയല്ല, അവരെ ദൈവത്തെ വിളികണ്ട. ദൈവം അവരെ നല്ല രീതിയിൽ അവരെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് പണമുള്ളവരൊന്നും അല്ല. അവര് നമ്മളെക്കായി പാവപ്പെട്ടവരവര്. അവര് ഇവിടെ ബ്ലാഹേന്ന് വന്ന് താമസിക്കുന്നവരാ. ബ്ലാഹേന്ന് വന്നതാ. അവരോട് 25 വർഷം കണ്ടാവുന്നു. അതുകൊണ്ട് 2 പേരും ഉണ്ട്. എപ്പോ ചെന്നാലും ഉണ്ട് 2 എണ്ണം. അവര് പറയുന്ന കേൾക്കണം കഥകൾ, ആനയുടെ കഥകൾ അവര് പറയുന്ന കേൾക്കണം. അതാണ് കേൾക്കേണ്ടത്. അവരെയും കഴിഞ്ഞാ ഈ ആന ഞങ്ങൾക്ക് വരുന്നത്, ഈ ശല്യം വരുന്നത്. ഏതെല്ലാം തരത്തിൽ കൂടെ അവിടെ മനുഷ്യങ്ങൾക്ക് കഷ്ടപ്പെടുന്നറിയാമോ? ഇതൊന്നും ഇവർക്ക് ആർക്കും അറിയണ്ട. രാത്രി അസുഖം വന്നിരുന്ന അവരെ കൊണ്ടുപോകാനോ വിളിച്ചു പറയാനോ ഫോണോ എല്ലാം കിട്ടി. ഇല്ലെങ്കിൽ അവര് അവിടെ കടന്ന് ചാവാനേ പറ്റും. അതുപോലെ കിടക്കുന്നത്. അവർക്ക് എവിടെങ്കിലും 2 സെന്റ് സ്ഥലം കൊടുത്താൽ മതി. ഒരു കൂര നിൽക്കാനൊക്കെ ഉണ്ട്. 2 സെന്റ് സ്ഥലം ആർക്കും കൊടുക്കുന്നില്ല. എന്തോതിന് വെച്ചേക്കോ ഈ വസ്തുവും വകയെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് ഗവൺമെന്റ് മൃഗങ്ങളെ വളർത്താൻ. മനുഷ്യന്റെ ജീവന് ഒന്നും ഒരു വിലയല്ല. മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴേ അങ്ങ് ലബടെ കയറ്റും. അവര് തിരിഞ്ഞാലും നോക്കുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു പറയാന്ന് അവരിങ്ങോട്ട് വരും. അവിടെ എവിടെ വന്ന് നോക്കി അവര് നിൽക്കുന്ന ചിലപ്പോ ആന നിൽക്കുന്നിടത്തോട്ടായി അവര് നോക്കുന്നത്. അവിടെയും ഇല്ല, അത് പോയി എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു പോകും. അവർക്ക് ജീവനെ പേടിയില്ലേ? അവർക്ക് പേടിയില്ല. അവരും ജീവിക്കാൻ വരുന്നവരല്ലേ? അവർക്കും ജീവനെ പേടിയാണ്ട് അവര് ഞങ്ങളെ സമാധാനപ്പെടുത്തും. അവിടെ ആനയില്ല, അതങ്ങ് പോയെന്ന്. അവര് അങ്ങോട്ട് മാറേണ്ട. അതിന് മുമ്പേ ആന തിരിച്ചിറങ്ങി വരും. പിന്നെ അവരെ ഞങ്ങള് വിളിക്കാൻ പറ്റുമോ? ഇനി ഞങ്ങള് തന്നെ ഞങ്ങൾ ഓടിക്കും. അന്ന് അതിന് ഞങ്ങൾ എറിയുന്നില്ല. അത് ഒരു കാരണവശാലും ഞങ്ങളിവിടെ പടക്കം കത്തിക്കാറില്ല. ഒന്നും ചെയ്യാറില്ല. ലൈറ്റ് വെട്ടം മാത്രം കൊടുക്കുന്നതല്ലാതെ വല്ലപ്പോഴും ഒരിക്കലും അവിടെ ഇച്ചിരി തീയിടും. അതെ, നല്ല സൈലന്റ് ആയിട്ട് അവർ വരുന്നു പോകുന്നു. അത് ഞങ്ങളുടെ പേരിൽ അടുത്തുകൂടെ ഈ റോഡേ കൂടെ തക്കൂട്ട് മടക്കോട്ട് കിടന്ന് നടക്കുന്നു. അക്രമവാസനയൊന്നുമില്ല. ആനയെ ഒന്നും ചെയ്യാത്തോണ്ടായിരിക്കും. അതിന് ഞങ്ങൾക്ക് അറിയത്തില്ല. വിളിച്ചു പോലോ അങ്ങനെ പടക്കം പൊട്ടിയിലോ എറിയൊക്കെ ഉണ്ടെങ്കിൽ ആനയ്ക്ക് ദേഷ്യം വരും.
വീണ്ടും വരുമ്പോ വരുന്നുണ്ട്. ഇപ്പൊ ഇത് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഇത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞങ്ങള്. ഒന്നും ചെയ്യുന്നില്ല, ഉപദ്രവിക്കുന്നതേ ഇല്ല. കാരണം എന്തെന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഉപദ്രവിച്ചാൽ അവര് വന്ന് പറയും അതിനെ കൊന്നു, അത് അങ്ങോട്ട് മാറി ചാവാൻ പറയും, നമ്മൾ അതിനെ കൊന്നതാന്ന് പറയും, എറിഞ്ഞു കൊന്നതാന്ന് പറയും. അപ്പോഴേ നമ്മളെ കയറ്റേണ്ട അടുത്ത് കൊണ്ട് അവർ കയറ്റും. നല്ല സ്വർണ്ണവള കൊണ്ടുവന്ന് കയ്യിലിട്ട് തന്ന് അവരങ്ങ് കൊണ്ടുപോകും. ആര് വർഷമായി. പക്ഷെ മനുഷ്യരുടെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പം വന്നാൽ ഇപ്പം തന്നെ ആന ചവിട്ടി എത്ര പേര് മരിച്ച്, ആന അടിച്ചിട്ട് മരിച്ച്, കടുവ പിടിച്ച് മരിച്ച്. എവിടെല്ലാം കിടക്കുന്ന മന്ത്രിമാരും MLA-മാരും ഒക്കെ അന്നേരം ചാടി വരുന്നത് നോക്കിക്കോണം. അല്ലാതെ ഈ കിടക്കുന്ന ഈ ആന ശല്യം വരുന്നിടത്തൊന്നും അവരൊന്നും ചെയ്യുന്നില്ല. ഇവിടെ കൃഷി നടക്കത്തില്ലല്ലോ. ഒരു കൃഷിയും ഒക്കത്തില്ല, ഒരു കൃഷിയും ഒക്കത്തില്ല. പന്നി ശല്യം അതിനേക്കായില്ല, ആനക്കായില്ല, പന്നി ശല്യം. അതുകൊണ്ട് ഒന്നും ചെയ്യാനൊക്കെ അതുകൊണ്ട് എല്ലാം വെറും വെറൈറ്റേക്കില്ലേ, എന്താ ചെയ്യാൻ പറ്റും? ആൾക്കാര് അല്ലാതെ പണിക്ക് പോവാന്നുള്ളതേ ഉള്ളല്ലോ. അത് എന്നും പണിയുണ്ടോ? എന്നും പണിയില്ല. എന്നും ഞങ്ങൾക്ക് പണിയില്ല, വല്ലപ്പോഴൊരിക്കൽ കിട്ടുന്ന പണിയാ. ആ പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയാൽ പിന്നെ പണിയില്ല. പിന്നെ ഈ അയ്യങ്ങളിലൊക്കെ വെറുതെ ഇട്ടേക്കാതെ അല്ല ചീനിയോ അല്ല വാഴയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നട്ടെങ്കിലല്ല നമുക്ക് ദിവസം നമ്മുടെ കൈ 10 പൈസ കാണും. അത് ചെയ്താൽ കൂലി ഉണ്ടോ? അതുമില്ല. ജയിലിൽ കിടക്കുന്നതിനൊക്കെ കൂലി കൂടി, ജയിലിൽ കൂലി കൂടി. നാട്ടിൽ കിടക്കുന്നവർക്ക് കിടന്ന് കൂലി വേല ചെയ്യുന്നതിന് കൂലിയില്ല. സർക്കാരിന്റെ ഒരു നയം ശരിയല്ലല്ലോ. ശരിയല്ലെന്നേ ഞാൻ പറയും. സർക്കാർ എന്നെ തൂക്ക കൊന്നാലേ അങ്ങനെ പറയും. നമ്മള് വോട്ട് മേടിക്കാൻ വന്നപ്പോ എന്തൊക്കെ പറഞ്ഞ ആൾക്കാർ, അവിടുത്തെ മെമ്പർമാരൊക്കെ ജയിച്ചവരാരൊക്കെയാ? അയാള് നല്ല മനുഷ്യനാ കേട്ടോ. ഈ ആനകളെ നമ്മളിപ്പോ ഒത്തിരി സരസ്വതി അമ്മ ചേച്ചി ഇപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? ഞാൻ ജനിച്ചതേ ഇവിടെ അല്ലയോ? അപ്പൊ നമ്മൾ അന്ന് തൊട്ട് ഈ ആനകളുമായിട്ട് നമുക്കൊരു ഇതുണ്ടല്ലോ, കണക്ഷൻ. എന്തൊക്കെയാണ് ആന അടുത്തൂടെ പോകുന്നത്? എന്റെ കൊച്ചുനാളിലൊന്നും ഇവിടെ ആന വന്ന എനിക്കൊരു ഓർമ്മയേ ഇല്ല. ഇപ്പം ഈ 60-67 വയസ്സിനകത്ത് വെച്ച് ആന കണ്ടും ആന ഓടിച്ചും ഞാൻ മടുത്ത് കിടക്കുക. പക്ഷെ നമുക്ക് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലേ? ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇവിടെ വരുന്ന ആനകളൊക്കെ സൈലന്റ് ആയിട്ടൊക്കെ പോവാ, തിരിച്ച് വീടിന്റെ അടുത്തോട്ട് വരികയോ ഒന്നുമില്ല. ഈ റോഡിൽ പോയാലും ഞങ്ങൾക്ക് വീടുകാർക്കും ഒരു കുഴപ്പമില്ല. ശല്യം ചെയ്തോണ്ട് അത് നടന്നങ്ങ് പോകത്തേ ഉള്ളൂ. വട്ട് കുറയ്ക്കുമ്പോ ഞങ്ങൾക്കറിയാം ആന വരുന്നുള്ളത്. അപ്പൊ ഞങ്ങൾ അതിൻ്റെതായിട്ട് നോക്കി നിൽക്കും. ആന വരുന്നതും ഞാൻ കമ്പൊടിക്കുകയും വന്ന് വലിച്ചൊടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ആന വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഓടിച്ചു വിടുന്നതല്ലാതെ ഞങ്ങൾ പടക്കം പോലും പൊട്ടിച്ചാലും അതുങ്ങളെ ഓടിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. പുലിശല്യം ഉണ്ടല്ലോ. പുലി കണ്ട് ഇവിടെ വന്നാ പട്ടിയെ പിടിച്ചിട്ട് പോയതാണ്ട് ഈ റോഡിൽ വന്നു. പുലിയും ആനയും കടുവയും മ്ലാവും കാട്ടുപോത്തും എല്ലാം ഉണ്ട്. എല്ലാ മൃഗങ്ങളും ഉണ്ട്. കാഴ്ചകളായി പോകുന്നതിന് പോലെ ഇവിടെ എല്ലാത്തിനെയും കാണാം. എങ്ങനെയായാലും ഞങ്ങളുടെയൊക്കെ ജീവിതം കഷ്ടമാണ്. ഇനിയുള്ള കാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഏത് രീതിയിൽ ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വേറെ സ്ഥലത്തേക്ക് മാറാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? ഇല്ലാത്തവൻ എങ്ങനെ മാറുമെന്നാ? എങ്ങനെ മാറും? അല്ലെങ്കിൽ അവര് ഗവൺമെന്റ് അവര് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കാട്ടി കിടക്കുമല്ലോ, നിങ്ങൾ മാറണമെന്ന് പറഞ്ഞ് ഈ വനം പ്രദേശത്ത് കിടക്കുന്നവർക്ക് മാത്രം ആയിട്ട് എങ്ങോട്ടേലും മാറി തോനെയും വേണ്ട, ആൾക്ക് 30 സ്ഥലം കൊടുത്താൽ മാത്രം മതി. അവരെങ്ങനെയെങ്കിലും എത്ര കുടുംബക്കാരുണ്ടെങ്കിലും അവര് അതുകൊണ്ട് ജീവിച്ചോളും, അവര് സമാധാനമായിട്ട് കിടക്കും. ഇത് അതുപോലും ഇല്ലാതെ ആന വളരട്ടെ, പുലി വളരട്ടെ, കടുവ വളരട്ടെ, കരടി വളരട്ടെ, അവർക്കുള്ള മൃഗങ്ങളെല്ലാം വളർന്നു കയറി വരട്ടെ, മനുഷ്യന് ഒരു വിലയില്ലാതെ കൊണ്ടിട്ടേക്കുന്നു. നമ്മൾ എത്ര പേര് താമസമുണ്ട് ഇപ്പൊ ഈ വീടിനകത്ത്? ഞങ്ങളിവിടെ 10-13 പേരുണ്ട്. 2 വീട്ടിലായിട്ട് 13 പേരുണ്ട്. കൊച്ചുങ്ങളും പിള്ളേരും എല്ലാം കൂടെ. ഇല്ലാതെന്ന് പറഞ്ഞാൽ അങ്ങ് അച്ഛനും അമ്മയും മാത്രമില്ല, ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. ഭർത്താക്കന്മാരും ഇല്ല. 3 പേർക്കുള്ള ഭർത്താവും ഇല്ല. നിൽക്കുന്ന കൊച്ചിനും ഭർത്താവില്ല. മരിച്ചു പോയതാ, എല്ലാവരും മരിച്ചു പോയതാ. അല്ല പിണങ്ങി വഴക്കുണ്ടായി അഴിയും പിടി ഒന്നും ഉണ്ടായൊന്നും പോയതല്ല, എല്ലാവരും മരിച്ചു പോയതാ. പിന്നെ ഞങ്ങളുടെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. നമ്മളിപ്പോ ഇവിടെ വരാൻ ഈ നമ്മുടെ സന്യാസിക്കോണം ജംഗ്ഷന്റെ സന്യാസിക്കോണം ഇറങ്ങിട്ട് 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് വരാൻ ഉണ്ട്. രാത്രിയിലൊക്കെ വരാൻ രാത്രി വരെ ഇവിടുന്ന് ഒരു കൊച്ച് പണിക്ക് പോകുന്നുണ്ട് പത്തനാപുരത്ത്. ആ കൊച്ചിനെ രാത്രി പോയി ഞങ്ങൾ ആനെ തെള്ളി മാറ്റി വെച്ചാ കൊണ്ടുവരുന്നത്. അത് 8 മണിക്ക് ഒരു ബസ്സുണ്ട്, ലാസ്റ്റ് ബസ് അച്ഛൻ പോവാറുണ്ട്. ആ ബസ്സിനാ കൊച്ചി വരുന്നത്. വരുന്ന വരവിന് ആ കൊച്ചിനെ വിളിക്കാനെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ചൂട്ടും പടയായിട്ടാ ചെല്ലുന്നത്. തിരിച്ച് വിളിച്ചോണ്ട് വരണം. അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും ആന കുറുക്ക് നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കൊച്ചിന് അതിനെ ലൈറ്റ് അടിക്കുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ട് കയറുന്ന നേരത്തിന് 2 പേര് ഓടിപ്പോയി ചെന്ന് അതിനെ വിളിച്ചിങ് കൊണ്ടുവരും. ബാക്കി 2 പേരും മാറി നിൽക്കും, ഇവിടെ നിൽക്കും. അതിനെ കൊണ്ടിപ്പുറം കഴിഞ്ഞതിന് ശേഷം അങ്ങ് സമാധാനമുണ്ട്. നമ്മുടെ സ്ഥിരം ജോലിയാ, അതൊരു ചെറിയ ജോലിയാ, അത് തീരെ ജോലിയാ. ദിവസവും അതിനെ കൊണ്ടുവരണ്ടേ? അത് ഇറങ്ങി പോകാതിരുന്ന 10 വയസ്സാവും. അതിന്റെ കൊച്ചിന് നേഴ്സിംഗ് പഠിച്ചോണ്ടിരിക്കുക. ആ കൊച്ചിന്റെ കൊച്ച് എത്ര രൂപ ഉണ്ടായാലും അത് പോകാതിരിക്കാൻ പറ്റുമോ? പഠിക്കാൻ പോകുന്ന പിള്ളേരെ രാവിലെ കൊണ്ടാക്കണം, വൈകിട്ട് തിരിച്ചു വിളിച്ചോണ്ട് വരണം. അതിനൊരു സ്കൂൾ ബസ് പോലും വരത്തില്ല ഇവിടെ. സ്കൂൾ ബസ് ഇങ്ങോട്ട് വരത്തില്ല. മെയിൻ റോഡിൽ പോകുന്നതല്ല, അത് ഇങ്ങോട്ട് കയറി വരികയല്ല. ആ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം ഈ ആനയുടെ ഇടയ്ക്കൂടെ.
പിന്നെ ഒരു ദൈവത്തിന്റെ ഒരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ദൈവ വിളിയെന്ന് ഉള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് പകലൊന്നും അത്രയും ശല്യം ഞങ്ങൾക്ക്. ആനയ്ക്കും അറിയാം ഇങ്ങനെ ആൾക്കാർ വരുന്നു എന്നുള്ളത്. എന്നാൽ ചിലപ്പോ ഇവര് കൂട്ടത്തോടെ വരുവാന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് അവര് അടിച്ചു പറിച്ച് ഇനി ഇറങ്ങും. ആ റോഡിലൊക്കെ വന്ന് നിൽക്കും. 6 മണിക്ക് മുമ്പേ ഞങ്ങൾ കടകളിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പറക്കിയെല്ലാം കയറി വീടാണ്. പിന്നെ ഒരെണ്ണം പോകില്ല. പിന്നെ വണ്ടി ഉള്ളവർക്ക് പോകാം വരാം. എന്നിട്ട് ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുക്കം വണ്ടി കൊണ്ടുവന്ന് അതിന്റെ കീഴിൽ ചെന്ന് കയറിയില്ലേ. കുഴപ്പമൊന്നും ഉണ്ടായില്ല.